രണ്ടാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷന്റെ രണ്ടാം ദിവസമാണിന്ന്. അപ്പം രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ പ്രവർത്തനം ചിരിക്കുന്ന പാവ എന്ന പ്രവർത്തനമാണ്. ചിരിക്കുന്ന പാവ എന്ന പ്രവർത്തനത്തിന്റെ ചെയ്യേണ്ടത് പാവയുടെ പിക്ചർ തന്നിട്ടുണ്ട്, അതിനനുയോജ്യമായ നിറം നൽകുക എന്നുള്ളതാണ്. നിറം സ്വന്തം ഇഷ്ടപ്രകാരം നൽകേണ്ടതല്ല, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പാവയുടെ മുടിക്ക് കറുത്ത നിറമടിക്കുക. അതിൽ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആടാം പാടാം എന്ന പ്രവർത്തനമാണ്. ഇതില് 3 പാവകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ പാവകള് എന്തൊക്കെ ആക്ഷൻസ് ആണ് ചെയ്യുന്നത് അതാണ് എഴുതേണ്ടത്. ഒന്നാമത്തേത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, പാവ പാവ ആടുന്ന പാവ. അതുപോലെ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പാടുക എന്ന പ്രവർത്തനമാണ്. അപ്പം പാടുന്ന പാവ, പാവ പാവ പാടുന്ന പാവ എന്ന് എഴുതുക. രണ്ടാമത്തേത് ചാടുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം പാവ പാവ ചാടുന്ന പാവ. മൂന്നാമത്തേത് ചിരിക്കുന്ന പാവ, പാവ പാവ ചിരിക്കുന്ന പാവ എന്ന് എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാവുന്നതാണ്, ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പ്രവർത്തനം ചെറുതും വലുതും തരം തിരിക്കാം വരച്ചു ചേർക്കാം എന്ന പ്രവർത്തനമാണ്. ഇതിൽ ചെയ്യേണ്ടത് പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചെമ്പരത്തി, ഡാലിയ, തെച്ചി, റോസ, മുല്ല എന്നിവയാണ് തന്നിരിക്കുന്നത്. അതുപോലെ നടുഭാഗത്തായിട്ട് 2 വാഴയിലയും തന്നിട്ടുണ്ട്. വലിയ പൂക്കളെ വലിയ വാഴയിലയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ വാഴയിലയിലേക്കും വരച്ച് യോജിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനം. റോസ, ചെമ്പരത്തി, ഡാലിയ എന്നിവ വലിയ ഇലയിലേക്കും തെച്ചി, മുല്ല എന്നിവ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ ചെടി വായിക്കാം വരയ്ക്കാം. ഒരു ചെടി വരയ്ക്കാൻ വേണ്ടിയാണ്, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. വലിയ ചെടി ആയിരിക്കണം, ചെറിയ ഇലയായിരിക്കണം, ചുവന്ന നിറത്തിലുള്ള പൂവും വേണം. ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഒരു ചെടിയും അതിലൊരു ചെറിയ ഇലയും ചുവന്ന പൂവും വരയ്ക്കുക. അവസാനത്തെ ചോദ്യം ഇതളുകൾ ഇതളുകൾ എന്നാണ്, അതായത് വരച്ചു ചേർക്കാനുള്ള ഒരു ചോദ്യം തന്നെയാണിത്. പൂക്കൊട്ടയിലേക്ക് 5 ഇതളുകളുള്ള പൂക്കളെ വരച്ചു ചേർക്കേണ്ടതാണ്. ഇതിൽ തന്നിരിക്കുന്ന ചെമ്പരത്തിയിൽ നമുക്ക് 5 ഇതളുകൾ കാണുന്നില്ല, അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഒരിതളും കൂടെ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്പരത്തി നമ്മുടെ ആ 5 ഇതൾ പൂവിൽ പെടുന്നതാണ്. ചെമ്പരത്തി, കോളാമ്പി, നിത്യകല്യാണി, മുല്ലപ്പൂവ്, അരളിപ്പൂവ്.